ഏലക്കൃഷിക്കിടയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന മാലി കൃഷി അത് ഏകദേശം നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. കാരണം ഏകദേശം 15 അടി അകലമാണ് നമ്മൾ ഈ 2 ഏലങ്ങ തമ്മിൽ ഉണ്ടായിരുന്നത്. അത് ഇടയിലുണ്ടായിരുന്ന നമ്മുടെ മാലി ഏകദേശം 10-12 അടിയോളം വലിപ്പം, കുറഞ്ഞത് ഏറ്റവും 10 അടിയെങ്കിലും വീതിയിലിത് വളർന്നു. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ട് നമ്മൾ മാലി കൃഷി തൽക്കാലം നിർത്തി അത് പറിച്ച് കളയാൻ പോവുകയാണ്. അപ്പോൾ പലരും പറയും മാലി ഇത്രമാത്രം വളരുമോ, ഇത്ര ഹൈറ്റ് ഉണ്ടാകുമോ, ഇത്ര വിസ്തൃതി ഉണ്ടാകുമോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് അളന്ന് കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മാലിയുടെ ഈ സൈഡിൽ നിന്ന് നമ്മളൊരു ടേപ്പ് പിടിച്ചിട്ടുണ്ട്. അത് ഈ ടേപ്പ് കൊണ്ട് ഇങ്ങനെ സൈഡിൽ വരേക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏകദേശം ഉണ്ടോ 10 അടി 9 അടിയല്ലേ, നോക്കട്ടെ, 3 മീറ്റർ അടുത്ത് ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. നമുക്ക് കാണുന്നത് ഉണ്ട്, ഇത് 3 മീറ്ററാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് 9, അതെ 10 അടി അടുത്ത് ആണ് ഇതിൻ്റെ ദൂരമുള്ളത്. പിന്നെ ഹൈറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റാണ്, ഒരാൾക്ക് കയറി നിൽക്കാവുന്ന സൈസ് ചെടിയായിട്ടുണ്ട്. കായൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കായ ഉണ്ടായിരുന്നു. നമ്മൾ പറിക്കുന്നില്ല, കാരണം നമ്മൾ കൃഷി നിർത്തിയത് കൊണ്ട് തന്നെ ഇതെല്ലാം ഇനിയിപ്പം നമ്മൾ പറിച്ച് കളയാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാലി കൃഷിയുടെ അന്ത്യം ആയിരിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് മാലി കൃഷി. നമ്മൾ ഈ വർഷം നിരവധി കർഷകർക്ക് നമ്മൾ നല്ല രീതിയിലുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 1 മാസക്കാലമായി നമ്മൾ യാതൊരു രീതിയിലുള്ള വളവും മരുന്നൊന്നും ചെയ്യാതെ നിൽക്കുന്ന മാലിയാണ്. നല്ല വലിപ്പമുള്ള കായൊക്കെ അത്യാവശ്യം നല്ല ബോൾട്ട് കായാണ്. ഇപ്പോൾ നമ്മൾ വളമൊന്നും കൊടുക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നിൽക്കുന്നത്. എന്തായാലും കണ്ടല്ലേ, നമ്മൾ ഈ ഏലത്തിനോട് ചേർന്ന് വന്നു. നമുക്ക് കൃഷി ചെയ്യാനും മരുന്ന് വിടുകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നമ്മളിത് പറിച്ച് കളയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുക, നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും.